ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ ICT പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ഗെയിമുകൾ എന്നുള്ള പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തുടക്കഭാഗത്തിൽ ഒരു സ്പോർട്സ് താരത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അഭിനവ് ബിന്ദ്രയുടെ ചിത്രമാണ്. നമുക്ക് അഭിമാനമായി നേടിയ ഒളിമ്പിക്സിൻ്റെ ഒരു നേട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ. ഇവിടെ ഷൂട്ടിങ്ങിലാണ് ഇദ്ദേഹത്തിന് ആ ഒരു ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗെയിംസ് നമുക്കൊന്ന് ആദ്യം തന്നെ കളിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. അതിന് ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിലെ ഹോമിനുള്ളിലെ സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് 8 എന്ന ഫോൾഡറിനുള്ളിൽ ഡബിൾ ട്രാപ്പ് HTML എന്നൊരു ഫയൽ കാണാം. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ബ്രൗസറിലാണ് ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ഫ്ലാഗ് കാണാം. ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ബലൂണുകൾ രണ്ട് വശങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് മൗസിലേക്കാണ് ഈ ഒരു ഗണ്ണ് പോയിന്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് മൗസ് ഉപയോഗിച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗണ്ണ് ഫയർ ചെയ്യുന്നുണ്ട്. ഫയർ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഹിറ്റ് എണ്ണം കൂടുന്നു, ബുള്ളറ്റിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ബുള്ളറ്റുകൾ 0 ആയി കഴിയുമ്പോൾ പിന്നെ ബുള്ളറ്റുകൾ ലഭിക്കുന്നില്ല. നമുക്കിവിടെ സ്കോർ 5 എന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗെയിം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്ക്രാച്ചിലേക്ക് കിടക്കാം. സ്ക്രാച്ച് ഓപ്പൺ ചെയ്യുന്നതിന് ഈ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെർച്ച് എന്ന ഭാഗത്ത് സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാം. ടർബോ വാർപ്പ് ഡെസ്ക്ടോപ്പ് എന്ന സ്ക്രാച്ചിൻ്റെ 3ാമത്തെ വെർഷനാണിത്. നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഇവിടെ സ്പ്രൈറ്റ് എന്ന് കാണാം. ഈ സ്പ്രൈറ്റ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതൊന്ന് നമ്മൾ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ചേർക്കുന്നതിന് സ്റ്റേജിന് താഴെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചൂസ് എ ബാക്ക്ഡ്രോപ്പ് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലൂ സ്കൈ എന്ന് കാണാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗണ്ണാണ്. ആ ഗണ്ണിനെ നമുക്ക് വരച്ചുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ സ്പ്രൈറ്റിലേക്ക് വരുന്നു. ഇവിടെ വരക്കുന്നതിന് വേണ്ടി പെയിൻ്റ് എന്ന് കാണാം. ഈ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ വരയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട കളർ കാണാം. അതുപോലെ ഔട്ട്ലൈൻ കളർ കാണാം. അപ്പോൾ ഔട്ട്ലൈൻ ബ്ലാക്കും ഫില്ല് വയലറ്റ് കളറുമാണ്. ഇനി വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ടൂളാണ് ക്ലിക്ക് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. ഈ റെക്റ്റാങ്കിൾ വരച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു പ്ലസ് ഐക്കിൾ കാണാം. ഈ പ്ലസ് ഐക്കിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു പിവോട്ട് പോയിൻ്റ് കാണാം. ഈ പിവോട്ട് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെൻറ്റർ ഭാഗത്ത് വരുന്ന രൂപത്തിൽ വേണം ഈ റെക്റ്റാങ്കിൾ ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. ഗണ്ണിൻ്റെ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു റെക്റ്റാങ്കിൾ കൂടെ നമുക്ക് ചേർക്കാം. അതിന് സെലക്ഷൻ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. യെല്ലോ കളറിലേക്ക് മാറ്റുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ സെലക്ഷൻ മാറ്റിയതിന് ശേഷമാണ് കളർ ചേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ റെക്റ്റാങ്കിളിനും ആ ഒരു കളറാണ് വരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഗണ്ണ് സ്പ്രൈറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സ്പ്രൈറ്റിൻ്റെ പേരൊന്ന് മാറ്റി ഗൺ എന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ അതിൻ്റെ സൈസ് ഇപ്പോൾ വലിയൊരു സൈസാണ്, അതിനെ നമുക്ക് സൈസ് ഒന്ന് കുറയ്ക്കാം. ഇനി ഇതിൻ്റെ പൊസിഷൻ ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്നു. ഇനി ഗണ്ണിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്. മൗസ് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഗണ്ണ് മൂവ് ചെയ്യണം. അതിനുവേണ്ടി കോഡിലേക്ക് വരുന്നു. കോഡിൽ മോഷനിലെ പോയിൻ്റ് ടുവേഴ്സ് മൗസ് പോയിൻ്റർ, ഈ ഒരു കോഡാണ് മൗസ് പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, മൗസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഗണ്ണ് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് എപ്പോഴും ആവർത്തിച്ച് വരണം എന്നുള്ളതുകൊണ്ട് കൺട്രോളിൽ നിന്നും ഫോർ എവർ എന്നൊരു കോഡ് എടുക്കുകയാണ്. ഈ കോഡിനുള്ളിലേക്ക് അത് ചേർത്ത് വയ്ക്കുന്നു. ഇനി ഇത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് ആരംഭിക്കേണ്ടത്. അതിനുവേണ്ടി ഇവൻസിനുള്ളിലെ ഒരു ഫ്ലാഗ് ക്ലിക്കഡ് എന്നുള്ളതിന് മുകളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതിന് ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇപ്പോൾ ആ ഗണ്ണ് മൗസ് പോയിൻ്റ് ചെയ്യുന്നതനുസരിച്ച് മൗസിന് നേരെയാണ് ഈ ഒരു ഗണ്ണ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ബുള്ളറ്റാണ്. ബുള്ളറ്റ് ഒരു സ്പ്രൈറ്റായിട്ട് നമുക്ക് ചേർക്കും. അതിനു വേണ്ടി വീണ്ടും ഈ ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ളതിലേക്ക് വരുന്നു. പെയിൻറ്റ് തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ കോസ്റ്റ്യൂംസിന് താഴെ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാം. റെഡ് കളറിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അതുപോലെ അതിൻ്റെ ഔട്ട്ലൈനും റെഡ് കളർ തന്നെ കൊടുക്കാം. അതിനുശേഷം റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ബുള്ളറ്റ് വരയ്ക്കുകയാണ്. ഇനി ഈ ബുള്ളറ്റിൻ്റെ അഗ്രഭാഗം പോയിൻറ്റഡ് ആയിരിക്കുന്നതിന് വേണ്ടി ഈ റീഷേപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു.
ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റഡ് ആയിട്ട് വരുന്നു. പേരുകൾ നമുക്കൊന്ന് കൊടുക്കാം. പേര് ബുള്ളറ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ സൈസ്, ഗണ്ണിനനുസരിച്ച് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാം. അനുയോജ്യമായ സൈസ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി ഈ ബുള്ളറ്റ് ഗണ്ണിന് താഴേക്കാണ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. അതൊന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ പക്ഷേ അത് നിൽക്കുന്നത് ഈ ഗണ്ണിന് മുകളിലായിട്ടാണ്. അപ്പോൾ ഗണ്ണിന് പുറകിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഈ സ്പ്രൈറ്റ് ഒന്ന് മാറി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഗണ്ണൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ അതിൻ്റെ താഴേക്ക് പോകുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ബലൂണാണ് ചേർക്കേണ്ടത്. നമ്മൾ കണ്ട 2 നിറത്തിലുള്ള ബലൂണാണ്. ഒരു നീല നിറത്തിലുള്ള ബലൂണും ഒരു മഞ്ഞ നിറത്തിലുള്ള ബലൂണുമാണ്. അതുപോലെ ആ ബലൂണുകൾക്ക് ഈ ഗണ്ണ് ഹിറ്റ് ചെയ്ത് ആ ബുള്ളറ്റ് പതിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിസൈൻ മാറി പൊട്ടിയ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 സ്പ്രൈറ്റുകളെ കൂടെ നമുക്ക് ചേർക്കണം. അതിനുവേണ്ടി സ്പ്രൈറ്റ് എന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ചൂസ് എ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ബലൂൺ എന്ന ഒരു സ്പ്രൈറ്റ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. സ്പ്രൈറ്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കോസ്റ്റ്യൂംസിലേക്കൊന്ന് വരുന്നു. കോസ്റ്റ്യൂംസിൽ നമുക്കിവിടെ 3 നിറങ്ങളിലുള്ള ബലൂൺ കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ 2 ബലൂണുകൾ നമുക്കിവിടെ ആവശ്യമില്ല. അത് മറ്റ് ഒരു സ്പ്രൈറ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നീല നിറത്തിലുള്ള ഒരു ബലൂൺ വന്നു. ഇനി ഈ ബലൂൺ ഈ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടുന്ന ഒരു ഫീലിംഗ് വരുന്നത് അതിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂം മാറ്റുന്നതിന് വേണ്ടി, അങ്ങനെ പൊട്ടിയൊരു ഫീൽ കിട്ടുന്നതിന് വേണ്ടി ഇതേ ബലൂണിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഈ ബലൂണിൽ റീഷേപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പൊട്ടിയ ഫീലിംഗ് വരുന്നത്. അതിന് വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് നമുക്ക് ഉള്ളിലേക്കൊന്ന് മാറ്റാം. ഇനി ഇവിടെയും നോഡുകളില്ല എങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ നോഡ് വരും. ആ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു പൊട്ടിയ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേ പ്രോസസ്സ് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു ബലൂണിനെ നമുക്ക് ചേർക്കാം. ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെയും ആവർത്തിക്കേണ്ടത്. ചൂസ് എ സ്പ്രൈറ്റ് ഉപയോഗിക്കുന്നു, ഈ ബലൂൺ ചേർക്കുന്നു. ബലൂൺ ചേർത്തതിന് ശേഷം അതിൻ്റെ കോസ്റ്റ്യൂം വരുന്നു. കോസ്റ്റ്യൂമിലെ ആവശ്യമില്ലാത്ത ബലൂണുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ റീഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഇവിടെ നമ്മൾ ഷേപ്പ് വ്യത്യാസം വരുത്തുകയാണ്. നമ്മുടെ ഡിസൈൻ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്പ്രൈറ്റുകളും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബുള്ളറ്റുമായി ബന്ധപ്പെട്ടുള്ള കോഡാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ബുള്ളറ്റിലേക്ക് വരുന്നു. ബുള്ളറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കോഡ് വരുന്നു. നമുക്ക് വേണ്ടത് ബുള്ളറ്റുമായി ബന്ധപ്പെട്ട് 2 വേരിയബിളുകൾ ആവശ്യമാണ്. വേരിയബിൾ എന്നതൊരു ടെക്നിക്കാണ്. അതായത് അതിൻ്റെ വാല്യൂസ് മാറി വരുന്ന ഒന്നിനു വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിളുകൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് വിലയ്ക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം വരികയാണെങ്കിലാണ് നമ്മൾ വേരിയബിളുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ബുള്ളറ്റുമായി ബന്ധപ്പെട്ട് 2 വേരിയബിൾ ആവശ്യമുണ്ട്. ഒന്ന് ബുള്ളറ്റിൻ്റെ എണ്ണം 20 ആയിട്ട് ഫിക്സ് ചെയ്യണം. അതുപോലെ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സ്കോറ് മാറി വരണം. അതുകൊണ്ട് തന്നെ ഇവിടെ 2 വേരിയബിൾ നമുക്ക് ആവശ്യമാണ്. ആ വേരിയബിളുകളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വേരിയബിൾസ് എന്ന് കാണാം. ഇവിടെ മേക്ക് വേരിയബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബുള്ളറ്റ് എന്നൊരു വേരിയബിളും അതുപോലെ സ്കോർ എന്ന ഒരു വേരിയബിൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇനി ഈ 2 വേരിയബിളുകളും തുടക്കത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുകയാണ്. സ്കോർ എന്നുള്ള ഈ ഭാഗത്തേക്കും അതുപോലെ ബുള്ളറ്റ് എന്നുള്ള ഈ ഭാഗത്തേക്കും സെറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ ബുള്ളറ്റുകൾ 20 എണ്ണം ആയിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൻറ്റിൽ ഒരു ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നെടുത്ത് വയ്ക്കുന്നു. വേരിയബിൾസിലേക്ക് വീണ്ടും വരുന്നു. ഇവിടെ സെറ്റ് വേരിയബിൾസ് എന്ന് കാണാം. ഇവിടെ നമുക്ക് 2 വേരിയബിൾ സെറ്റ് ചെയ്യാനുണ്ട്. ബുള്ളറ്റിൻ്റെ എണ്ണം 20 സെറ്റ് ചെയ്യണം. അതിന് 20 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ സ്കോറിൻ്റെ സ്കോർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സ്കോർ തുടക്കത്തിൽ 0 തന്നെ ആയിരിക്കണം. അതുപോലെ ഈ ബുള്ളറ്റ് എപ്പോഴും മൗസിൻ്റെ ആ ഒരു പോയിന്റിലേക്കൊന്ന് തിരിഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി നമുക്ക് മോഷൻസിലെ പോയിന്റ് ടുവേഴ്സ് മൗസ് പോയിന്റർ എന്നെടുക്കുന്നു. അത് എപ്പോഴും പോയിന്റ് ചെയ്ത് നിൽക്കണം എന്നതുകൊണ്ട് നമ്മൾ ഈ കൺട്രോളിലെ ഫോർ എവർ എന്ന ഈ ലൂപ്പിലേക്ക് കൂടെ ആ പോയിന്റ് ടുവേഴ്സ് എന്നുള്ളത് ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ ബുള്ളറ്റുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു. ഇനി ബുള്ളറ്റ് ഫയർ ചെയ്യേണ്ടത് ഈ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മാത്രമാണ് ബുള്ളറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു സ്പ്രൈറ്റിന് മറ്റെവിടെ നിന്നെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതിനെ ബ്രോഡ്കാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേജും ഈ ബുള്ളറ്റും തമ്മിലൊന്ന് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേജിലാണ് ആ ഒരു ഇൻഫർമേഷൻ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റേജിലേക്ക് വരുന്നു.
സ്റ്റേജിലെ കോഡിനുള്ളിൽ ഇവൻസിലെ വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് എന്ന് കാണാം. ഈ സ്റ്റേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ബ്രോഡ്കാസ്റ്റ് ഈ നിർദ്ദേശം പോവേണ്ടത്. അപ്പോൾ ഈ നിർദ്ദേശം പോവേണ്ടത് മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബുള്ളറ്റിൻ്റെ എണ്ണം 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ നിർദ്ദേശം പോകാനായിട്ട് പാടില്ല. 20 തൊട്ട് 0 എത്തുന്നത് വരെ നമുക്ക് നിർദ്ദേശം പോവാം. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബുള്ളറ്റിൻ്റെ എണ്ണം നോക്കിയതിന് ശേഷമാണ് ഈ നിർദ്ദേശം പോകേണ്ടത്. അതുകൊണ്ട് ഒരു ഈഫ് കണ്ടീഷൻ ആവശ്യമായിട്ട് വരുന്നു. അതായത് ബുള്ളറ്റിൻ്റെ എണ്ണം, നമുക്ക് വേരിയബിൾസിലേക്ക് വരാം. ഈ ബുള്ളറ്റിൻ്റെ എണ്ണം 0യ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമാണ് ഫയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബുള്ളറ്റ് എന്നുള്ള എടുത്ത് വയ്ക്കുന്നു. ഓപ്പറേറ്റേഴ്സിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഈ ഒരു കോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ എണ്ണം 0യ്ക്ക് മുകളിലാണ് എങ്കിൽ, ഇതാണ് ഈ ഒരു കോഡിൻ്റെ അർത്ഥം. ബുള്ളറ്റിൻ്റെ എണ്ണം 0യ്ക്ക് മുകളിൽ ആണെങ്കിൽ എന്നത് ചേർക്കുന്നതിന് വേണ്ടി ഈഫിനുള്ളിലേക്ക് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ബുള്ളറ്റിൻ്റെ എണ്ണം 0യ്ക്ക് മുകളിൽ ആണെങ്കിൽ മാത്രമാണ് നിർദ്ദേശം പോവേണ്ടത്. ആ നിർദ്ദേശത്തിന് വേണ്ടി ഇവൻസിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഒരു കോഡ് എടുത്ത് വയ്ക്കുകയാണ്. ഇതാണ് നിർദ്ദേശം. മറ്റ് സ്പ്രൈറ്റുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ബ്രോഡ്കാസ്റ്റുകൾ എന്നാണ് വിളിക്കേണ്ടത്. ഇവിടെ നിന്ന് പോവേണ്ട മെസ്സേജ് ക്ലിക്ക്ഡ് എന്നൊരു മെസ്സേജാണ്. അതിവിടെ ഇല്ലാത്തതിനാൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ചേർക്കാം. ക്ലിക്ക്ഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക്ഡ് എന്ന് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടത്. അതിനുശേഷം ഈ സ്റ്റേജ് ക്ലിക്ക്ഡ് എന്നതിലേക്ക് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സ്റ്റേജ് ക്ലിക്ക് ചെയ്താൽ ബുള്ളറ്റിൻ്റെ എണ്ണം 0യ്ക്ക് മുകളിൽ ആണ് എങ്കിൽ ക്ലിക്ക്ഡ് എന്ന ഒരു ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്യുകയാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം ഏത് സ്പ്രൈറ്റിന് വേണമെങ്കിലും ക്യാച്ച് ചെയ്യാനായിട്ട്, റിസീവ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് റിസീവ് ചെയ്യേണ്ടത് ബുള്ളറ്റാണ് റിസീവ് ചെയ്യേണ്ടത്. ഈ ബുള്ളറ്റ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഇവൻസിലെ തന്നെ വെൻ ഐ റിസീവ്ഡ് എന്ന ഒരു ഭാഗമുണ്ട്. വെൻ ഐ റിസീവ്ഡ് ക്ലിക്ക്ഡ് എന്ന ഒരു മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ബുള്ളറ്റിനോട് പറയുന്നത്. ഈ ബുള്ളറ്റ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തന്നെ ഈ ഗണ്ണിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അതിനുവേണ്ടി ഗോ ടു എന്നുള്ള ഒരു കോഡാണ് നമ്മളിനി ചേർത്ത് വയ്ക്കുന്നത്. ഗോ ടു എന്നുള്ള എടുത്ത് വയ്ക്കുന്നു. അത് ഗൺ എന്നതിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ എണ്ണം ഒന്ന് കുറയുകയും വേണം. അതിനുവേണ്ടി വേരിയബിൾസിലേക്ക് വരുന്നു. വേരിയബിൾസിൽ ചേഞ്ച് എന്നുള്ളത് എടുക്കുകയാണ്. ചേഞ്ച് ബുള്ളറ്റിൻ്റെ വാല്യൂ -1. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റിൻ്റെ എണ്ണം താഴേക്ക് കുറയുന്നു. അതുപോലെ ബുള്ളറ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടായതിനു ശേഷം ആ കോപ്പിയാണ് ഫയർ ചെയ്യേണ്ടത്. ഇങ്ങനെ കോപ്പി ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്ലോൺ എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കൺട്രോളിനുള്ളിലെ ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈസെൽഫ് എന്നുള്ളത് നമ്മൾ എടുത്തു വയ്ക്കുകയാണ്. ഈ കോപ്പി ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ അവിടെ തന്നെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒറിജിനലിൽ ഈ ബലൂൺ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യാതെ തന്നെ ചിലപ്പോൾ പോയിൻ്റ് കൂടാനൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ബുള്ളറ്റ് തുടക്കത്തിൽ ഹൈഡായിരിക്കണം. അതിനുവേണ്ടി ഈ ലുക്സിലേക്ക് വരുന്നു. ലുക്സിൽ, ഇത് പാഠപുസ്തകത്തിൽ പറയാത്ത സംഗതിയാണ്, ഈ ലുക്സിനുള്ളിൽ ഹൈഡ് എന്നുള്ളത് എടുക്കുന്നു. അതിനുശേഷം ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഹൈഡായിരിക്കണം. ഇനി ക്ലോൺ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ കോപ്പി ആയിക്കഴിഞ്ഞു. ഇനി കോപ്പി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ഇനി നമുക്ക് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി കൺട്രോളിലേക്ക് പോകുന്നു. കൺട്രോളിൽ വെൻ ഐ സ്റ്റാർട്ട് ആസ് ക്ലോൺ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വേണ്ടത്. നമുക്ക് ക്ലോൺ ആയിക്കഴിയുമ്പോൾ ഈ ബുള്ളറ്റ് പോകുന്ന സമയത്ത് ഒരു സൗണ്ട് വേണം. ആ സൗണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. സൗണ്ട് ആഡ് ചെയ്യുന്നതിന് ഇവിടെ സൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്പ്രൈറ്റ് ചേർത്ത പോലെ തന്നെ ചൂസ് എ സൗണ്ട് എന്ന് കാണാം. ഇവിടെ RIP എന്നുള്ള ഒരു സൗണ്ടാണ്. നമ്മൾ RIP ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് നമുക്കിവിടെ കാണാം. ഈ സൗണ്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. വീണ്ടും കോഡിലേക്ക് വരികയാണ്. ഈ ക്ലോൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചേർക്കേണ്ടത് ആ ഒരു സൗണ്ടാണ്. സൗണ്ടിന് ശേഷം സ്റ്റാർട്ട് സൗണ്ട് RIP എന്ന് നമ്മൾ ചേർക്കുന്നു. ഇനി ഈ ബുള്ളറ്റ് മൗസിന് നേരെ പോയിന്റ് ചെയ്ത് നിൽക്കണം. അതിനുവേണ്ടി മോഷനിലേക്ക് വരുന്നു. പോയിന്റ് ടുവേഴ്സ് മൗസ് പോയിന്റർ എന്നുള്ളത് നമ്മൾ ചേർക്കുന്നു. ഇനി ഈ ബുള്ളറ്റ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യേണ്ടത് ഈ എഡ്ജ് എത്തുന്നത് വരെ മൂവ് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോൾസിലെ റിപ്പീറ്റ് അണ്ടിൽ എന്നുള്ള ഒരു കോഡാണ് എടുക്കുന്നത്. ഈ റിപ്പീറ്റ് അണ്ടിൽ എന്ന കോഡ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ബുള്ളറ്റ് അതിൻ്റെ എഡ്ജ് വരെ എത്തണം. അപ്പോൾ എഡ്ജ് വരെ സെൻസ് ചെയ്യുന്നതിന് വേണ്ടി സെൻസിങ്ങിലെ ടച്ചിങ് എന്നുള്ള ഈ ഒരു കോഡാണ് ഇതിനുള്ളിലേക്ക് എടുത്തു വയ്ക്കുന്നത്. ടച്ചിങ്ങിനകത്ത് എഡ്ജ് എന്ന് കാണാം. ഇതിൻ്റെ അർത്ഥം ഈ എഡ്ജ് എത്തുന്നത് വരെ ഈ ബുള്ളറ്റ് എന്ത് ചെയ്യണം, ഇനി മൂവ് ചെയ്യണം. അതിനുവേണ്ടി മൂവ് 10 സ്റ്റെപ്പ് എന്നുള്ളത് എടുക്കുന്നു. വേഗത്തിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടി അത് 50 എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു.
ഇനി ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ആ ബുള്ളറ്റ് ഒന്ന് ഷോ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലുക്സിലെ ഷോ എന്നുള്ളത് നമ്മൾ എടുത്തു വയ്ക്കുന്നു. അതിനുശേഷമാണ് ഈ മൂവ് 50 സ്റ്റെപ്സ് എന്നുള്ളത് എടുത്തു വയ്ക്കുന്നു. ഇനി ഇത് ഈ പോയിന്റ് വേഴ്സ് എന്നുള്ളതിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ക്ലോൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് ഉണ്ടാകുന്നു. അതിൽ മൗസ് പോയിന്റിലേക്ക് ചെയ്യുന്നു. അതുപോലെ എഡ്ജ് ആകുന്നത് വരെ അത് മൂവ് ചെയ്യുന്നു. ഷോ ചെയ്തുകൊണ്ട് അത് മൂവ് ചെയ്യുകയാണ്. നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് പരിശോധിക്കാം. അപ്പോൾ ബുള്ളറ്റ് അവിടെ ഫയറായി വരുന്നു. ഈ ബുള്ളറ്റിൻ്റെ ക്ലോണിൻ്റെ അവസാന ഭാഗത്ത് ഈ ഒരു ക്ലോൺ അവിടെ നിൽക്കുന്നത് കാണാം. ആ ഒരു ക്ലോൺ കാണാതിരിക്കുന്നതിന് വേണ്ടി കൺട്രോളിനുള്ളിൽ തന്നെ ഡിലീറ്റ് ക്ലോൺ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ ക്ലോൺ ഇപ്പോൾ അവിടെ നിന്നും കാണാതാവുന്നു. ഇനി നമുക്ക് ബലൂണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചേർക്കേണ്ടത്. ബലൂണിൻ്റെ മൂവ്മെൻറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ എക്സ് വൈ എന്ന 2 ആക്സിസുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് പരിശോധിക്കാം. ഈ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റുകൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എക്സ് മൈനസ് ആവുന്നതനുസരിച്ച് ലെഫ്റ്റിലേക്ക് പോകുന്നു, പോസിറ്റീവ് ആവുന്നതനുസരിച്ച് വലത്തോട്ട് പോകുന്നു. അതുപോലെ വൈ അപ്പ് ഡൗൺ ഉപയോഗിക്കുന്നതിനാണ് വൈ ഉപയോഗിക്കുന്നത്. വൈ പോസിറ്റീവ് ആകുന്ന സമയത്ത് അത് മുകളിലേക്ക് പോകുന്നു. അതുപോലെ വൈ താഴേക്കാവുന്ന സമയത്ത് മൈനസ് ആവുന്നു. ഈ സ്ക്രാച്ചിൻ്റെ ഏരിയ അനുസരിച്ച് -240 തൊട്ട് 240 വരെയാണ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അളവ്. അതുപോലെ മുകളിലേക്കും താഴേക്കും വരുന്നതിന് -180 തൊട്ട് 180 വരെയാണ് അപ്പ് ഡൗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ബലൂണിൻ്റെ മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബലൂണിൻ്റെ സൈസ് ഒന്ന് ചെറുതാവണം. അതിനുവേണ്ടി ഇവൻസിലെ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നെടുത്ത് വയ്ക്കുന്നു. ലുക്സിലെ അതിൻ്റെ സൈസ് സെറ്റ് സൈസ് ടു 50 എന്നാക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വലുപ്പം കുറച്ച് ചെറുതാവുന്നു. ബലൂൺ താഴെ നിന്ന് മുകളിലേക്ക് വരേണ്ടത് എപ്പോഴും ആവർത്തിച്ച് വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 4 എവർ എന്നുള്ള എടുത്ത് വയ്ക്കാം. ഇനി ബലൂൺ വരേണ്ടത് ഈ താഴെ കാണുന്ന ബേസ് ഏരിയയിൽ നിന്നും ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സ് അനുസരിച്ചിട്ടുള്ള ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും അത് മുകളിലേക്കൊന്ന് റൈസ് ചെയ്ത് വരണം. അതിൽ മോഷൻസിലെ ഗോ ടു എക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിലെ ഈ എക്സ് വാല്യൂ ആണ് മാറി വരേണ്ടത്. എക്സ് വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു -240 തൊട്ട് +240 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും മാറി വരണം. അപ്പോൾ അങ്ങനെ മാറി വരുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം എക്സ് ഒരു സ്ഥിരമായ ഒരു നമ്പറാണ്. ആ നമ്പർ മാറി വരുന്നതിന് വേണ്ടി ഓപ്പറേറ്റേഴ്സിലെ പിക്ക് റാൻഡം എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനുള്ളിലേക്ക് എക്സിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് ആ ഒരു വാല്യൂ കൊടുക്കേണ്ടത്. -240 വരെ കൊടുക്കാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് -210 എന്ന് കൊടുക്കുകയാണ്. അതുപോലെ 210. അപ്പോൾ -210 മുതൽ 210 വരെയുള്ള വാല്യൂ ആണ് എക്സിന് ഇനി മുതൽ ലഭിക്കുക. അതുപോലെ വൈ എന്നുള്ളത് ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ ഈ ബലൂൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ വൈ മാറി വരുന്നത് കാണാം. ഇപ്പോൾ ഈ പൊസിഷൻ തൊട്ടാണ് വരേണ്ടെങ്കിൽ -172 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വൈ നമുക്ക് -172 എന്ന് സെറ്റ് ചെയ്യാം. ഇനി മുകളിലേക്ക് സഞ്ചരിക്കുന്നതിന് ഗ്ലൈഡ് എന്നുള്ള ഈ ഒരു കോഡാണ് ഉപയോഗിക്കുന്നത്. 2 സെക്കൻഡ് കൊണ്ടാണ് അത് മുകളിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇവിടെ ഗ്ലൈഡ് ചെയ്ത് എത്തിച്ചേരേണ്ടത് ഏറ്റവും ഉയരത്തിലേക്കാണ്. ഒരു 182 എന്ന വാല്യൂ നൽകുകയാണ്. ഇനി ഇവിടെ വരേണ്ട എക്സിൻ്റെ വാല്യൂ പിക്ക് റാൻഡം ഉപയോഗിച്ച് തന്നെ മാറ്റി കൊടുക്കാം. പിക്ക് റാൻഡം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എക്സ് ലെഫ്റ്റ് റൈറ്റ് ആണ്, അതിന് മാറ്റം വരുന്നില്ല. വൈയുടെ വില മാത്രമാണ്. വൈ 172 എന്ന് പറയുമ്പോൾ താഴെ നിന്ന് ആരംഭിക്കുന്നു, 182 എന്ന് പറയുമ്പോൾ അത് മുകളിലേക്ക് എത്തിച്ചേരുന്നു. എക്സിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് എക്സ് ഈ എക്സിനുള്ളിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കുകയാണ് ഈ പിക്ക് റാൻഡം. അപ്പോൾ നമുക്ക് കാണാം 2 സെക്കൻഡ് കൊണ്ട് ഈ പൊസിഷനിൽ നിന്നും ഈ പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നു. ആദ്യം ഈ ബലൂൺ എത്തേണ്ട പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതിലേക്കൊന്ന് ചേർക്കാം. അതുപോലെ ബലൂണിൻ്റെ കോസ്റ്റ്യൂം ആദ്യത്തെ കോസ്റ്റ്യൂമിലേക്കാണ് വരേണ്ടത്. അതിനുവേണ്ടി ലുക്സിലേക്ക് വരുന്നു. ലുക്സിൽ സ്വിച്ച് കോസ്റ്റ്യൂംസ് എന്നുള്ളത് കാണാം. ഇത് 4 എവറിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ചേർത്ത് വയ്ക്കുന്നു. നമുക്ക് ആദ്യത്തെ ബലൂണിൻ്റെ പൊസിഷൻ ബലൂൺ 1A എന്നുള്ളതാണ്. നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് പരിശോധിക്കാം. ഇപ്പോൾ ബലൂൺ അങ്ങനെ ഓരോന്നായി പല പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മാറി വരുന്നതായിട്ട് കാണാം. ഇനി ബുള്ളറ്റ് ബലൂണിൽ വന്ന് ടച്ച് ചെയ്താൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നതാണ് നമുക്കിനി കൊടുക്കേണ്ടത്. അതിൽ സെൻസിങ്ങിലെ ടച്ചിങ് എന്ന് കാണാം. ഈ ബുള്ളറ്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്യൂം രണ്ടാമത്തെ കോസ്റ്റ്യൂമിലേക്കാണ് മാറേണ്ടത്. നമുക്ക് കാണാം സ്വിച്ച് കോസ്റ്റ്യൂം 2 ബലൂൺ 1A2 ഇതിലേക്കാണ് മാറേണ്ടത്. ഇത് എപ്പോഴാണ് ടച്ച് ചെയ്യേണ്ടത്? ആ ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം മതി. അപ്പോൾ നമുക്കൊരു ഈഫ് കണ്ടീഷൻ ആവശ്യമായിട്ട് വരുന്നു. ഒരു ഈഫ് എന്നുള്ള കണ്ടീഷൻ എടുത്ത് വയ്ക്കുന്നു.
അപ്പോൾ ബുള്ളറ്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു കോസ്റ്റ്യൂമിലേക്കാണ് മാറേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു പോപ്പപ്പ് സൗണ്ട്, നമുക്ക് ആ സൗണ്ട് ഓൾറെഡി ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോഡ് മാത്രം നൽകിയാൽ മതിയാവും. ബുള്ളറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ട്, പോപ്പപ്പ് സൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കോർ ഒന്ന് കൂടുകയും വേണം. അതിന് വേരിയബിൾസിലെ ചേഞ്ച് എന്നുള്ളിടത്തിന് ശേഷം ഈ ബുള്ളറ്റിന് പകരം സ്കോർ എന്നുള്ളതാക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ സ്കോർ ഒന്ന് കൂടുകയും വേണം. ആ ഹിറ്റ് ചെയ്യുന്ന ശബ്ദം വരണം. അതുപോലെ എൻ്റെ കോസ്റ്റ്യൂം മാറണം. ഇത് എപ്പോഴും ആവർത്തിച്ച് വരേണ്ടതായതുകൊണ്ട് ഇതിനെ നമുക്കൊരു 4 hourനുള്ളിലേക്ക് എടുത്തു വയ്ക്കാം. ഇത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതിനാൽ ഒരു ഫ്ലാഗ് ക്ലിക്ക് എടുത്തു വയ്ക്കുന്നു. നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് പരിശോധിക്കാം. ഇത് കൂടാതെ അഡീഷണൽ കോഡുകൾ ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇനി ഇതേ കോഡുകൾ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ബലൂണിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ബലൂണിൽ ആവശ്യമായ വരുത്തേണ്ട മാറ്റം ഈ കോസ്റ്റ്യൂമിൻ്റെ പേരുകൾക്ക് മാത്രമാണ് മാറ്റം വരേണ്ടത്. മറ്റുള്ളതെല്ലാം തന്നെ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതേ കോഡുകളൊന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് യെല്ലോ ബലൂണിലേക്ക് കൂടി ഒന്ന് ചേർക്കാം. രണ്ടാമത്തെ ഈ കോഡും യെല്ലോ ബലൂണിലേക്ക് ചേർക്കുന്നു. ഇനി യെല്ലോ ബലൂണിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് 2 കോഡുകളും അവിടെയുണ്ട്. ഇവിടെ ആവശ്യമായ വരുത്തേണ്ട മാറ്റം ഈ കോസ്റ്റ്യൂമിൻ്റെ പേര് മാത്രമാണ് മാറ്റേണ്ടത്. അപ്പോൾ 2 കോഡുകളും നമ്മൾ അതിൻ്റെ ആ കോസ്റ്റ്യൂമിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നത്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.